ഒരു രോഗിയുടെ അടുത്ത് പോയി. ആ രോഗി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കാല് തെന്നി അവന്റെ കാലിന്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീൽ ഇട്ടിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് അയൽവാസിയായ സ്ത്രീ പോയിട്ട് നിന്റെ വീകല് കണ്ടത് ഞാൻ വിചാരിച്ചിന്റെ 2 കാലും പൊട്ടി. അയ്യേ, ഇങ്ങനെ പറയണ്ടത് സുഖുണ്ട മോനെ, ആ റാത്താ മോനെ വീണ് പോയാലേ. അങ്ങനെയാണ് കുട്ടികളോട് പറയേണ്ടത്. ഇതാണ് ഇസ്ലാം. രോഗിക്ക് പ്രയാസങ്ങൾ ഒന്നും പറയരുത് എന്ന് ഇസ്ലാമിലില്ല. രോഗിയോട് പാലിക്കേണ്ട കുറെ മര്യാദകളിൽ ഇസ്ലാം പറയണത് എന്താ? രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. കുറേ സമയം ഇരിക്കൽ സുന്നത്താണ്. ആർക്ക്? രോഗിക്ക് നമ്മൾ ഇരുന്നാൽ ആശ്വാസമാവുമെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കാം. രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും തിന്നരുത്. ചില ആൾ 1 കിലോ മുന്തിരി വാങ്ങിയിട്ട് അവിടെ പോയിട്ട് 3/4 കിലോ തിന്നിട്ട് 1/4 കിലോ അയാൾക്ക് ബാക്കി വെച്ചിട്ട് വരുന്നതാണ്. ഭയങ്കരല്ല. വേറെ സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ഹോസ്പിറ്റലിൽ വല്ല ബെഡ് കിട്ടുമല്ല. അങ്ങനെയല്ല. മൂന്നാമത്തേതാണ് ഈ പറയുന്നത്, രോഗിക്ക് പ്രയാസം തോന്നുന്നു ഒന്നും പറയരുത്. ആജിക്ക നിങ്ങൾ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായോണ്ട് ബിസിനസ് എല്ലാം മൊത്തം ഡള്ള. ഇപ്പൊ അയാൾ എന്നെ ഡള്ളാകാൻ സാധ്യത പറയരുത്. ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിക്കണം.